കൊല്ലം ചിതറയിൽ തടിമില്ലിൽ വൻ തീപിടുത്തം. സർക്കാരിന്റെ കീഴിലുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിൽ പ്രവർത്തിച്ച വന്ന തടിമില്ലിലാണ് പൂർണ്ണമായും തീപിടുത്തമുണ്ടായത്. 50 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക നിഗമനം. രാവിലെ 4 മണിയോടെയാണ് തടിമില്ലിൽ തീപിടുത്തമുണ്ടായത്. പുലർച്ചെ എഴുന്നേറ്റ പ്രദേശവാസിയാണ് മില്ലിൽ തീ ഉയരുന്നത് കണ്ടത്. ഉടൻ തന്നെ ജീവനക്കാരെ വിളിച്ചുണർത്തുകയും ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. സ്ഥാപനത്തിലുണ്ടായിരുന്ന തടികളും യന്ത്രങ്ങളുമാണ് കത്തിനശിച്ചത്. കാൽഭാഗം കത്തിയ നിലയിലാണ് കണ്ടത്. അപ്പോൾ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വന്ന് തീ അണച്ചു, പൂർണ്ണമായി അണച്ചു. ഇപ്പോൾ ഷിഹാബുദ്ദീൻ എന്നയാൾ 50 വർഷം മുൻപ് ലീസിനെടുത്തതാണ് ഈ തടിമില്ല്. ഏകദേശം 50 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ. അതിനകത്ത് ധാരാളം തടികൾ നമ്മൾ അറുത്ത് വെച്ചിട്ട് സ്റ്റോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് പണികളില്ലാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തടികൾ ആവശ്യമുള്ള അറുത്ത് അടുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തടിയും അതും ഇതും എല്ലാം കൂടെ ഏകദേശം ഒരു മിഷനറീസും ബാക്കിയെല്ലാം ഇതെല്ലാം കൂടെ ഏകദേശം 50 ലക്ഷം രൂപ നാശനഷ്ടം വരും എന്നാണ് നമ്മുടെ ഒരു കണക്ക്. കടയ്ക്കൽ, പുനലൂർ, വിതുര, വെഞ്ഞാറമൂട് തുടങ്ങി 4 സ്ഥലത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തൊട്ടടുത്ത വീട്ടുകാരെന്തോ ആവശ്യത്തിന് 4 മണിക്കെന്തോ പുറത്തിറങ്ങിയപ്പോൾ തീ കണ്ടാണ് അവരാണ് വിളിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ വരുത്തുമ്പോൾ ഒരു ഭീമാകാരമായ തീ കോളം മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ 3 വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ 3 സ്റ്റേഷൻ, തൊട്ടടുത്ത സ്റ്റേഷൻ ഞങ്ങൾ വിതുര, വെഞ്ഞാറമൂട്, കൊല്ലൂർ സ്റ്റേഷനിലേക്ക് വാഹനത്തിന് വിളിച്ചു. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തു. അവരും വന്നു. എല്ലാവരും കൂടെ വർക്ക് ചെയ്താണ് തീ കൺട്രോൾ ആക്കിയത്. 90 സെന്റിലായി പ്രവർത്തിക്കുന്ന മിനി എസ്റ്റേറ്റിനുള്ളിൽ 3 ഫർണിച്ചർ യൂണിറ്റും ഒരു ഫ്ലവർ മില്ലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.